ആദ്യത്തെ പോളിംഗ് മെഷീൻ്റെ പണിമുടക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമാണ് ഇത്തരം പോളിംഗ് മെഷീനുകളൊക്കെ പണിമുടക്കും. അർജുൻ മട്ടന്നൂർ നിൽക്കുന്ന വഴിക്കടവിൽ പോളിംഗ് തടസ്സപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. നമുക്കൊന്ന് പോയി വരാം. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. രാവിലെ മഴയുണ്ടായിരുന്നു. വഴിക്കടവിലേക്കൊക്കെ പോളിംഗ് വോട്ടിങ്ങിനായിട്ട് വോട്ടർമാർ എത്തിത്തുടങ്ങി. എന്താണ് അവിടെ ബൂത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അർജുൻ? ഡോക്ടർ അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് വഴിക്കടവ് AUP സ്കൂളിലാണ്. ഇവിടെ 35-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് പോളിംഗ് മെഷീൻ തകരാറിലായിട്ടുള്ളത്. ഇത് ഡേറ്റും ടൈമും ആ മെഷീനിലെ ഡേറ്റും ടൈമും കാണിക്കുന്നില്ല. തുടർന്ന് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തകരാർ പരിഹരിക്കുകയാണ്. മറ്റൊരു പോളിംഗ് മെഷീൻ പകരം ഇപ്പോൾ ഏർപ്പെടുത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ക്യൂ ഇവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയ്ക്ക് ശേഷം വോട്ടർമാർ കൂട്ടത്തോടു കൂടി വോട്ട് ചെയ്യാനെത്തി. പക്ഷേ ഈ പോളിംഗ് മെഷീൻ അത് തകരാറിലാവുകയായിരുന്നു. അതിൽ തീയതിയും അതോടൊപ്പം തന്നെ സമയവും കാണിക്കുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉടൻ തന്നെ പകരം സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോളിംഗ് ഇവിടെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ തകരാർ പരിഹരിച്ച് പോളിംഗ് പുനരാരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പോളിംഗ് സ്റ്റേഷനിൽ 4 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. വഴിക്കടവ് ടൗണിനോട് ചേർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇവിടെ അത്തരത്തിൽ ടൗണിനോട് ചേർന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ നിരവധി വോട്ടർമാർ വോട്ട് ചെയ്യാൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലൊരു തകരാർ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെ തുടർന്ന് ഇപ്പോൾ പോളിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. കുറേ നേരമായി ഇവിടെ വന്നിട്ട് ഇവിടെ കൃത്യസമയത്ത് 7 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ആരും വോട്ട് ചെയ്തില്ലേ? ഇല്ല, ആരും ചെയ്തിട്ടില്ല. നമ്മളെ കൂടെ ഒന്നും ആരും ചെയ്തില്ല. പിന്നെ നമ്മൾ പ്രായമെല്ലാം കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ നിന്ന് വന്ന് തിരക്കെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇത് കേടായിട്ട് ആണ് അറിയപ്പെട്ടത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. വോട്ടർമാരൊക്കെ തന്നെയുണ്ട്, വലിയ ക്യൂ ഉണ്ട്. ചേട്ടാ, രാവിലെ എത്തിയായിരുന്നോ? രാവിലെ ഇങ്ങനെ വെക്കുന്ന എന്തോ ഒരു പരിപാടിയില്ല. എല്ലാത്തവണ രാവിലെ വരുന്ന ശരിയാണ്. ഇന്നിപ്പോ വോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലേ, മെഷീൻ തകരാറായല്ലേ? ആരും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഞങ്ങളാരും ചെയ്തിട്ടില്ല. ഇതാണ് വോട്ട് ചെയ്യാൻ വന്നവരാണ്. ആദ്യ വോട്ട് ചെയ്യാനടക്കം എത്തിയ ആൾക്കാർക്ക് പോലും ഇതുവരെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഏതാണ്ട് 20-ലധികം ആളുകൾ ഈ 35-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ ഇപ്പോഴും ക്യൂ നിൽക്കുന്നുണ്ട്. സ്ത്രീകളുമുണ്ട്, നിരവധി സ്ത്രീകളും ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആർക്കും തന്നെ ഇതുവരെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. അവർ ഇപ്പോൾ രാവിലെ എത്തിയോ? രാവിലെ വരാറുണ്ട്. മെഷീൻ തകരാറായല്ലോ. അരുൺകുമാർ, അത്തരത്തിലാണ് വഴിക്കടവ് പഞ്ചായത്തിലെ വഴിക്കടവ് ടൗണിനോട് ചേർന്നുള്ള വഴിക്കടവ് AUP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് ഇപ്പോൾ യന്ത്ര തകരാർ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് വന്ന കുറേ ആൾക്കാർ മടങ്ങിപ്പോയി. അവർക്ക് കറക്റ്റ് ടൈമിൽ ജോലിക്ക് എത്തണ്ടേ, അതുകൊണ്ട് മടങ്ങിപ്പോയി. ഇതാ ഈ നിൽക്കുന്ന ആൾ ബാംഗ്ലൂർ എത്തേണ്ട ആളാണ്. 5:30 പോകേണ്ട ആൾ. ഇതായി നിൽക്കുന്നുണ്ട്. ബാഗ് കുടിച്ച ഒരാൾ, ഇവിടെ ഒരാൾ ബാഗ് കുടിച്ചിട്ട് ഇതാ ബാംഗ്ലൂർ എത്തേണ്ട ആൾ. നോർമലി ബൈ ദ റോഡ് 5:30-6:30 ഇറങ്ങാൻ ഉദ്ദേശിച്ചു. നമ്മൾ വോട്ടിംഗ് പ്രതീക്ഷിച്ചാണ് നമ്മൾ 7 മണിക്ക് തുടങ്ങുന്നുള്ള. ബസ്സിന് പോകാൻ ബൈ റോഡാണ് പോകാൻ, കാറിന് പോകാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടെ ഡിലേ ആവും. വഴിക്കടവിലാണ്, 35 നമ്പർ ബൂത്തിലാണ്. ബാംഗ്ലൂരേക്കൊക്കെ പോകേണ്ട വോട്ടർമാരുണ്ട്. അവരൊക്കെ വോട്ട് രേഖപ്പെടുത്തി രാവിലെ പോകാം എന്ന് കരുതി വന്നവരാണ്. പലയിടങ്ങളിലേക്കും തൊഴിലൊക്കെ ഇടങ്ങളിൽ പോകാൻ വന്നവരാണ്. കുറച്ചുപേർ അർജുൻ വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങിയിട്ടുണ്ടോ അർജുൻ മട്ടന്നൂർ വഴിക്കടവിൽ നിന്ന്? വഴിക്കടവ് പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചായിരുന്നു. 35 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് അന്ന് PV അൻവറിന് കൊടുത്തത് വഴിക്കടവ്. അപ്പോൾ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു പഞ്ചായത്താണ്. അവിടെയുള്ള ഓരോ വോട്ടും നിർണായകമാണ്. അർജുൻ മട്ടന്നൂർ, തീർച്ചയായും അരുൺകുമാർ, അതായത് വഴിക്കടവ് പഞ്ചായത്ത് ഓരോ തവണയും മുന്നണികളെ മാറി മാറി പിന്തുണച്ച അത്തരത്തിൽ പ്രവചിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ്. നിരവധി വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു മേഖല കൂടിയാണ്. രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ ഉണ്ട്. പ്രത്യേകിച്ച് ഈ വൈദ്യുതി കമ്പിയിൽ തട്ടി, വൈദ്യുതി വേലിയിൽ തട്ടി 15 വയസ്സുള്ള അനന്തു എന്ന് പറയുന്ന കുട്ടി മരിച്ചു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഈ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായി കൃഷ്ണരാജിനെ നിയമിച്ചു. ഇതടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇവിടെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. എന്തായാലും ഒരു മലയോര മേഖലയാണ്. ഈ കാട്ടാന ആക്രമണം, അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യമൊക്കെ തന്നെ രൂക്ഷമായ ചില മേഖലകളൊക്കെ തന്നെ ഇതിനോട് ചേർന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആദിവാസി മേഖലകളുള്ള വഴിക്കടവിൽ പോളിംഗ് ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റായി. അർജുൻ മട്ടന്നൂർ നിൽക്കുന്ന വഴിക്കടവിലെ 35 നമ്പർ ബൂത്തിൽ ഇതുവരെയും പോളിംഗ് ആരംഭിച്ചിട്ടില്ല അല്ലേ?
അരുൺകുമാർ 22 മിനിറ്റായി പോളിംഗ് തുടങ്ങേണ്ട സമയമായിട്ട്, പക്ഷേ ഇതുവരെ ഈ ഒരു ബൂത്തിൽ പോളിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 50ഓളം ആളുകൾ ഇവിടെ ക്യൂവിലുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പുരുഷന്മാരും സ്ത്രീകളും അടക്കം ഏതാണ്ട് 50ഓളം ആളുകളുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ പകരം ഒരു പോളിംഗ് മെഷീൻ കൊണ്ടുവന്ന് ഇപ്പോൾ അത് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ പോളിംഗ് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെയുള്ള വോട്ടർമാർ പറയുന്നുണ്ട് ചിലർ മടങ്ങിപ്പോയി, ചിലർ ലീഡ് മാത്രം PVNN കൊടുത്ത ഒരു പഞ്ചായത്താണ് വഴിക്കടവ്. അവിടെ ഒരു വോട്ടർ മടങ്ങിപ്പോയാൽ പോലും അത് രാഷ്ട്രീയമായി ഏതെങ്കിലും മുന്നണികൾക്ക് അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും വലിയ നഷ്ടം കൂടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോളിംഗിന് വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥർ അവിടെ എത്തി അല്പസമയത്തിനുള്ളിൽ പോളിംഗ് അവിടെ തുടങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു, അല്ലേ അർജുൻ? തീർച്ചയായും അതെ. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പുതിയ വോട്ടിംഗ് മെഷീൻ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. അർജുൻ മട്ടന്നൂർ വഴിക്കടവിലെ 35 നമ്പർ ബൂത്തിൽ ഇപ്പോൾ വോട്ടിംഗ് മെഷീനിൽ തകരാറ് കണ്ടെത്തിയിട്ടുണ്ട്. തീയതിയും സമയവും അതിൽ തെളിയാത്തതുകൊണ്ട് ഇപ്പോൾ പകരം മറ്റൊരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ചുകൊണ്ടാണ് അവിടെ പോളിംഗ് നടത്താൻ പോകുന്നത്. ഇപ്പോൾ